ബംഗാളിൽ ബി.ജെ.പി. സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ അങ്കണവാടി ആശാ വർക്കർമാരുടെ വേതനം 5000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനം. സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത 18 നിന്ന് 38% വർദ്ധിപ്പിച്ചു. വടക്കൻ ബംഗാളിൽ IIT, IIM എന്നിവ സ്ഥാപിക്കുമെന്നും സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. അച്യുതൻ ചേരുകയാണ്. അച്യുതൻ, ആദ്യ ബി.ജെ.പി. സർക്കാരാണ്. ആ പ്രഖ്യാപനങ്ങൾ ആ നിലയിൽ തന്നെ ജനകീയവുമാണോ? തീർച്ചയായിട്ടും വലിയ പ്രഖ്യാപനങ്ങളാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ഇപ്പോൾ ഈ ആദ്യ ബജറ്റിൽ ബംഗാളിന് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ആ ഒരു പ്രഖ്യാപനത്തിലുണ്ട്. അംഗൻവാടി ആശാ വർക്കർമാരുടെ വേതനം 5000 രൂപ വർദ്ധിപ്പിക്കും. ഉച്ചഭക്ഷണ പാചകരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ ഓരോ വിദ്യാർത്ഥിക്കും ഉച്ചഭക്ഷണ വിഹിതം അത് 10 രൂപയായി ഉയർത്തും തുടങ്ങിയ നിരവധി വാഗ്ദാനങ്ങളുണ്ട്. വടക്കൻ ബംഗാളിൽ പുതിയ സ്റ്റേഡിയം, സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും. വടക്കൻ ബംഗാളിൽ IIT, അതുപോലെ തന്നെ എയിംസ് തുടങ്ങിയ കാര്യങ്ങളും കൊണ്ടുവരും എന്നുള്ളതും ഈ പ്രഖ്യാപനത്തിലുണ്ട്. ബംഗാളിലെ 13 മെഡിക്കൽ കോളേജുകളിലായി MBBS സീറ്റുകൾ അത് 650 ഉയർത്തും എന്നതും ഈ ഒരു ബജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. വടക്കൻ ബംഗാളിൽ എയിംസും ക്യാൻസർ ആശുപത്രികളും സ്ഥാപിക്കും. ഒപ്പം തന്നെ അലിപുർദ്വാറിലും പശ്ചിമ ബർദ്ധമാനിലും മെഡിക്കൽ കോളേജുകൾ നിർത്തും. അങ്ങനെ നിരവധിയാണ് ആയിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഈ ആദ്യ ബജറ്റിൽ ബംഗാളിലെ ബി.ജെ.പി. സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.